നമസ്കാരം. സാമൂഹിക മാധ്യമത്തിലൂടെ യുവതി അപമാനിച്ച അതിൽ മനം നൊന്ത് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായ ദീപക് ജീവനൊടുക്കിയ സംഭവം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ബസ്സിനുള്ളിൽ വെച്ച് ദീപക് മോശമായി പെരുമാറിയെന്നാരോപിച്ച് ഒരു യുവതി ദൃശ്യങ്ങൾ പങ്കുവച്ചതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബസ്സിൽ വെച്ച് ദീപക് തന്റെ ശരീരത്തിൽ ദുരുദ്ദേശത്തോടെ സ്പർശിച്ചുവെന്നാരോപിച്ച് യുവതി വീഡിയോ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. യുവതി ഉന്നയിച്ചത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണെന്നും വീഡിയോ വൈറലായതോടെ ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. മെഡിക്കൽ കോളേജ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. യുവതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഈശ്വർ DGPക്ക് പരാതിയും നൽകിക്കഴിഞ്ഞു. കോഴിക്കോട്ടെ ഒരു വസ്ത്രവ്യാപാരശാലയിൽ പ്രവർത്തിക്കുന്ന ദീപക് കഴിഞ്ഞ വെള്ളിയാഴ്ച സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് കണ്ണൂരിൽ പോയിരുന്നു. ഈ സമയം ബസ്സിൽ വെച്ച് ഒരു സ്ത്രീയോട് അപമര്യാദയെ പെരുമാറിയെന്ന് കാട്ടിയാണ് യുവതി റീൽസ് ചിത്രീകരിച്ച് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. മറ്റുള്ളവരിൽ നിന്നും ഇത്തരത്തിൽ വീഡിയോ പ്രചരിക്കുന്ന വിവരം അറിഞ്ഞ ദീപക് ഏറെ വിഷമത്തിലായിരുന്നുവെന്നും സുഹൃത്തുക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. 23 ലക്ഷം പേരാണ് ഞായറാഴ്ച ഉച്ചവരെ ഈ വീഡിയോ കണ്ടത്. വീഡിയോ സംബന്ധിച്ച വിഷമം ദീപക് ചില സുഹൃത്തുക്കളുമായി ശനിയാഴ്ച വൈകിട്ട് ഫോണിലും മറ്റും സംസാരിച്ചിരുന്നു. യുവാവിനെക്കുറിച്ച് ഇതുവരെ മോശമായി ഒന്നും കേട്ടിട്ടില്ലെന്നാണ് ദീപക് 7 വർഷമായി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഉടമ പ്രതികരിച്ചത്. നാട്ടുകാരും സമാനമായ അഭിപ്രായമാണ് പറഞ്ഞത്. എല്ലാവർക്കും പൊതുസമ്മതനായ വ്യക്തിയായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള മോശം സ്വഭാവങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ യുവതി ചിത്രീകരിച്ച വീഡിയോ വിശ്വസിക്കാൻ പോലും സുഹൃത്തുക്കളാരും തയ്യാറായിരുന്നില്ല. വീഡിയോ സ്ലോ മോഷനിലാണ് എടുത്തത്. അസ്വാഭാവികമായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കേവലം വൈറലാകാൻ വേണ്ടി മാത്രമാണ് ദീപകിനെ ടാർഗറ്റ് ചെയ്തത് എന്നുള്ളതാണ് സുഹൃത്തുക്കളടക്കം പറയുന്നത്. സംഭവത്തിൽ എന്തായാലും അസ്വാഭാവിക മരണത്തിന് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മെൻസ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നായാലും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നായാലും വിഷയവുമായി ബന്ധപ്പെട്ട് കെ നസീർ എഴുതിയൊരു പോസ്റ്റ് ഇപ്പോൾ വളരെയധികം ശ്രദ്ധേയമാകുന്നുണ്ട്. പോസ്റ്റ് ഒന്ന് വായിക്കാം. പോസ്റ്റ് ഇങ്ങനെയാണ്: ജീവനറ്റ് കിടക്കുന്ന മകനെ നോക്കി നെഞ്ചുപൊട്ടിക്കരയുന്ന ഒരു അമ്മയുടെ കരളലിയിക്കുന്ന നിലവിളി കേട്ടാണ് ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത്. ഓ, എന്തൊരു കാഴ്ചയാണിത്! ഉപദ്രവിക്കപ്പെട്ട ഒരു സ്ത്രീ നടത്തിയ പ്രതിരോധമോ പ്രതിഷേധമോ ആണ് വീഡിയോയിലുള്ളതെന്ന് സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണ്. സ്വാഭാവികമായ ചലനങ്ങൾ സ്ലോ മോഷൻ മോഡിലേക്ക് മാറുമ്പോൾ വിപരീത അർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ്. അപമാനിക്കപ്പെട്ടെങ്കിൽ അതിനെ നിയമപരമായി പരാതി പറയാനും കുറ്റവാളികളെ ശിക്ഷിക്കാനും വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ ഈ നാട്ടിലുണ്ട്. സോഷ്യൽ മീഡിയ പോലീസും കോടതിയുമല്ല. ലൈക്കും കമന്റും ഷെയറും തെറ്റും ശരിയും തീരുമാനിക്കാനുള്ള നിയമപുസ്തകങ്ങളുമല്ല. യഥാർത്ഥ സ്പർശന രോഗികളെ സാധൂകരിക്കുന്ന വിപരീത ഫലമാണ് ഇത്തരം അതിസാഹസങ്ങൾ മൂലം ഉണ്ടാകുന്നത്. ആണായാലും പെണ്ണായാലും അപമാനിക്കപ്പെട്ട, ഉപദ്രവിക്കപ്പെട്ട, പീഡിപ്പിക്കപ്പെട്ട ഏത് മനുഷ്യനും നീതി അർഹിക്കുന്നുണ്ട്. അവരോടൊപ്പം നിൽക്കാൻ നിയമത്തിനും സമൂഹത്തിനും ബാധ്യതയുണ്ട്. അവരോടൊപ്പം നിൽക്കാൻ മാത്രമേ ബാധ്യതയുള്ളൂ. നിർഭാഗ്യവശാൽ അന്ധമായ പുരുഷവിദ്വേഷമാണ് ഫെമിനിസം അല്ലെങ്കിൽ പെണ്ണത്തം എന്ന് തെറ്റിദ്ധരിച്ച കുറച്ച് തകരകളാണ് നമ്മുടെ പൊതുബോധം നിർമ്മിക്കുന്നതിൽ മുൻനിരയിലുള്ളത്. ഇമാതിരി പാഴുകൾ എഴുതിമറിക്കുന്ന വഷളായ നിരപാത സാഹിത്യങ്ങളാണ് വലിയ സിദ്ധാന്തങ്ങളായി കൊണ്ടാടപ്പെടുന്നത്. മാനവും അഭിമാനവും ആണിനും പെണ്ണിനും ഉള്ള കാര്യമാണ്. പെണ്ണിൻ്റെ മാനത്തിന് മാത്രം പ്രത്യേക തൂക്കമുണ്ട് എന്നത് ഒരു അന്ധവിശ്വാസം മാത്രമാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിന് പ്രിവിലേജിന് നിയമങ്ങൾ തീർത്താൽ തീരാത്ത ബാധ്യതയുണ്ട്. കയ്യിലൊരു ഫോണും സ്വന്തമായൊരു ഐഡിയും ഉണ്ടെങ്കിൽ ആരുടെയും വീഡിയോ പകർത്തി പ്രദർശന വസ്തുവാക്കാമെന്ന നില ചോദ്യം ചെയ്യപ്പെടണം. റീച്ചുണ്ടാക്കാനായി റീലോളികൾ നടത്തുന്ന കണ്ടന്റ് നാടകങ്ങൾക്ക് തടയിടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കഥനഭാരം താങ്ങാനുള്ള ഉൾക്കരുത്ത് ആ അച്ഛനും അമ്മയ്ക്കും ലഭിക്കണേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. മരിച്ച ദീപകിന് ആദരാഞ്ജലികൾ. ഇത്തരത്തിലാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. ദീപക് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ യുവാവ്, കേവലം 44 വയസ്സുള്ള ഒരാൾ, ബസ്സിൽ യാത്ര ചെയ്യവേ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിച്ചു എന്നുള്ളതാണ് ഉയർന്ന ആരോപണം. ഇനി ആരോപണം സത്യമാണെങ്കിൽ തന്നെയും പോലീസും കോടതിയും ഒക്കെയുള്ള ഈ നാട്ടിൽ ആ സ്ത്രീക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ വളരെ സ്വാഭാവികമായ ഒരു വീഡിയോ എടുത്ത് അതിനെ സ്ലോ മോഷനിലിട്ട് തെറ്റിദ്ധാരണാജനകമായ ദൃശ്യങ്ങളായി ചിത്രീകരിച്ച് അത് സാമൂഹിക മാധ്യമത്തിലിട്ട് വിചാരണ ചെയ്യുന്ന രീതി ഒരു സാധാരണക്കാരനായ യുവാവിൻ്റെ ജീവനെടുത്തിരിക്കുന്നു. ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും യുവതി അവരുടെ അഭിപ്രായത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്.